എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ 5 സ്ഥലങ്ങളെ കുറിച്ചാണ്. മാസങ്ങളോളം പ്ലാൻ ചെയ്താലും എത്തിപ്പെടാൻ പ്രയാസമുള്ള സ്ഥലങ്ങൾ. ഇനി അഥവാ നിങ്ങൾ പെട്ടെന്ന് അവിടെ എത്തിപ്പെട്ടാൽ പോലും സുരക്ഷിതമായി തിരിച്ചു വരിക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. ഈ സ്ഥലങ്ങൾ നമ്മുടെ ഭൂമിയിൽ തന്നെയാണ്, എങ്കിലും കണ്ടാൽ മറ്റേതോ ഒരു ലോകത്തുള്ള സ്ഥലമാണെന്ന് തോന്നും. ഇവിടെ മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ അധിക നേരം ജീവനോടെ നിൽക്കാൻ കഴിയില്ല. ആദ്യത്തെ പേര് മൗണ്ട് ലിക്കോ. ഈ മലയുടെ മുകളിൽ ഒരു പ്രത്യേക ലോകം തന്നെയുണ്ട്. അവിടെ കാണപ്പെടുന്ന ജീവികളെ ഭൂമിയിൽ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. രണ്ടാമത്തേതാണ് വെൽ ഓഫ് ബർഹൌട്ട്, അതായത് യമനിലെ ഒരു കിണർ. നരകത്തിന്റെ വാതിൽ എന്നാണ് ആളുകൾ ഇതിനെ വിളിക്കുന്നത്. അവിടെ ജിന്നുകൾ വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തെ സ്ഥലമാണ് ദി ഐ. കാണാൻ ശാന്തവും സാധാരണമാണെങ്കിലും ഇത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് താഴെ ആരോ ഒരു മെഷീൻ വെച്ചതുപോലെ തോന്നും. ഇത് ഈ 5 സ്ഥലങ്ങളുടെ വെറും ട്രെയിലർ മാത്രമാണ്. ഈ 5 സ്ഥലങ്ങളെ കുറിച്ച് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങൾ എന്റെ പക്കലുണ്ട്. അതുകൊണ്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ആ ഒരു ബട്ടൺ നിങ്ങൾക്ക് സൗജന്യമാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോ തുടങ്ങാം. ആദ്യത്തെ സ്ഥലമാണ് മൊസംബിക്കിലുള്ള മൗണ്ട് ലിക്കോ. ആഫ്രിക്കൻ രാജ്യമായ മൊസംബിക്കുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് മൗണ്ട് ലിക്കോ. പുറമേ നിന്ന് നോക്കിയാൽ ഇതൊരു സാധാരണ മലയായി തോന്നും. പക്ഷേ ഇതിന്റെ മുകളിൽ ശാസ്ത്രജ്ഞരെ ഉത്തരം മുട്ടിച്ചൊരു രഹസ്യമുണ്ട്. മൗണ്ട് ലിക്കോയുടെ ഉയരം ഏകദേശം 10,100 മീറ്റർ ആണ്. ഈ മലയ്ക്ക് ചുറ്റും കുത്തനെയുള്ള പാറക്കെട്ടുകളായതിനാൽ നൂറ്റാണ്ടുകളോളം ആർക്കും ഇതിന്റെ മുകളിൽ കയറാൻ കഴിഞ്ഞിരുന്നില്ല. 2018 കുറച്ച് ശാസ്ത്രജ്ഞർ ഡ്രോൺ ഉപയോഗിച്ച് ഇവിടെ സർവേ നടത്തിയപ്പോൾ അവിടെ ഇടതോർന്ന ഒരു കാട് കണ്ടു. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരു കാട്. ശാസ്ത്രജ്ഞർ നേരിട്ട് അവിടെ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ചകൾ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു. മൗണ്ട് ലിക്കോയുടെ മുകളിലെ കാട് ആരും തൊട്ടു തീണ്ടാത്തതായിരുന്നു. അവിടെയുള്ള മരങ്ങളും ജീവജാലങ്ങളും ലോകത്ത് മറ്റൊരിടത്തും കാണാത്തവയായിരുന്നു. മനുഷ്യ സ്പർശനമേൽക്കാത്ത ഭൂമിയുടെ ചരിത്രത്തിലെ പഴയ ഏതോ താളുകളിൽ നിന്ന് വന്ന കാട് പോലെ തോന്നും. ശാസ്ത്രജ്ഞർ ഇവിടെ 700-ലധികം അപൂർവ വർഗങ്ങളെ കണ്ടെത്തി. അതിൽ ഇതുവരെ കാണാത്ത തരം പ്രാണികളും തവളകളും ഉണ്ടായിരുന്നു. എന്നാൽ ജൂലിയൻ ബൈലസും സംഘവും മലമുകളിൽ എത്തിയപ്പോൾ അവർക്ക് വളരെ പ്രത്യേകതയുള്ള ചില കാര്യങ്ങൾ ലഭിച്ചു. 3 പുരാതന മൺപാത്രങ്ങളായിരുന്നു അത്. പണ്ട് എപ്പോഴോ ഈ മലമുകളിൽ മനുഷ്യർ വസിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ്. ഈ പാത്രങ്ങൾക്ക് സമീപം ചില പ്രത്യേക ഇനം ജീവികളെ അവർ കണ്ടെത്തി. ഉദാഹരണത്തിന് ഒരു പുതിയ തരം ചിത്രശലഭത്തെയും തവളയെയും. ഇവ മൗണ്ട് ലിക്കോയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഈ കാട് കുറഞ്ഞത് 1 കോടി വർഷങ്ങളായി മനുഷ്യ സ്പർശനം ഏൽക്കാതെ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നതാണ്. മൗണ്ട് ലിക്കോ ഇന്നും പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെ ഭൂമിയുടെ ടൈം ക്യാപ്സ്യൂൾ എന്നും വിളിക്കുന്നു. ഇതാണ് വെൽ ഓഫ് ബർഹൌട്ട്, യമൻ. സുഹൃത്തുക്കളെ, ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ യമനിലെ ഈ കിണർ ഭൂമിയിൽ തുറക്കപ്പെട്ട നരകവാതിൽ പോലെ തോന്നും. ചുറ്റും വിജനമായ മരുഭൂമി, അതിനിടയിൽ പിശാചിന്റെ കിണർ എന്ന ആളുകൾ വിളിക്കുന്ന ഈ ദുരൂഹമായ കിണർ. പ്രാദേശിക ഭാഷയിൽ ഇതിനെ ബർഹൌട്ട് എന്ന് വിളിക്കുന്നു. ഈ കിണറിന്റെ ആഴം ഏകദേശം 112 മീറ്ററും വീതി 30 അടിയുമാണ്. ഇതിന്റെ ഘടന തന്നെ പേടിപ്പിക്കുന്നതാണ്. എന്നാൽ ഇതിനെ കൂടുതൽ ദുരൂഹമാക്കുന്നത് ഇതിനുള്ളിലെ ഒഴുകുന്ന വെള്ളമാണ്. അതെ, ഈ കിണറിനുള്ളിൽ വെള്ളമുണ്ട്. അത് മുകളിൽ നിന്ന് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പോലെ താഴേക്ക് വീഴുന്നു. കിണറിന്റെ വീതികളിലൂടെ വെള്ളം താഴേക്ക് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന വിചിത്രമായ ശബ്ദം അന്തരീക്ഷത്തെ ഭയാനകമാക്കുന്നു. ഇതിനിടയിൽ ആളുകളെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. കിണറിന്റെ നടുവിൽ വലിയൊരു പാറ ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു. ഏതെങ്കിലും രാക്ഷസൻ തന്റെ വിരൽ പുറത്തേക്ക് നീട്ടുന്നത് പോലെ തോന്നും അത്. പ്രാദേശികവാസികൾ വിശ്വസിക്കുന്നത് ഇത് പിശാചുകളുടെ വാസസ്ഥലമാണ് എന്നാണ്. ഇവിടെ നിന്ന് വിചിത്രമായ ദുർഗന്ധം വരാറുണ്ടെന്നും രാത്രിയിൽ പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നും അവർ പറയുന്നു. ആത്മാക്കളുടെയും ജിന്നുകളുടെയും വാസസ്ഥലമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇതെല്ലാം വെറും നിഗമനങ്ങൾ മാത്രമാണ്. സത്യം എന്താണ് എന്ന് ആർക്കും അറിയില്ല. 2018 ഒരു സംഘം ശാസ്ത്രജ്ഞർ താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഇരുട്ടും ദുർഗന്ധവും അജ്ഞാത ശബ്ദങ്ങളും കാരണം അവർക്ക് പിന്തിരിയേണ്ടി വന്നു. അർജന്റീനയിലെ ദി ഐ. സുഹൃത്തുക്കളെ, ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഈ സ്ഥലം കൃത്യം ഒരു ചന്ദ്രനെ പോലെ തോന്നും. അതിശയിപ്പിക്കുന്ന കാര്യം, ചന്ദ്രനെ പോലെ തന്നെ ഇത് സാവധാനം കറങ്ങുന്നു എന്നതാണ്. അർജന്റീനയിലെ ഒരു വിദൂര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വൃത്താകൃതിയിലുള്ള ദ്വീപ് ദി ഐ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു കൃത്യമായ വട്ടത്തിലുള്ള ഒഴുകുന്ന കരഭൂമിയാണ്. ഇതിന്റെ ചുറ്റും വെള്ളമാണ് ഉള്ളത്. ഏകദേശം 120 മീറ്റർ വ്യാസമുള്ള ഈ കരഭാഗം ഒരു മെഷീൻ നിയന്ത്രിക്കുന്നത് പോലെ കൃത്യത്തോടെ
വേഗതയോടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. രാത്രികാലങ്ങളിൽ ഇവിടെ വിചിത്രമായ പ്രകാശങ്ങൾ കാണാറുണ്ടെന്നും ആകാശത്ത് നിന്ന് തിളങ്ങുന്ന വസ്തുക്കൾ ഈ വെള്ളത്തിൽ വന്ന് വീഴാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ചിലർ ഇത് അന്യഗ്രഹ ജീവികളുടെ, അതായത് ഏലിയൻസിന്റെ കേന്ദ്രമാണ് എന്ന് വിശ്വസിക്കുന്നു. 2016 ഒരു ഫിലിം മേക്കറും സംഘവും ഇവിടെ ഗവേഷണത്തിന് എത്തിയപ്പോൾ ഇതിന്റെ കറക്കം സത്യമാണെന്ന് കണ്ടെത്തി. മാത്രമല്ല, വെള്ളത്തിനിടയിൽ പ്രകൃതിദത്തമല്ലാത്ത ചില ഘടനകളും വിചിത്രമായ കാന്തിക തരംഗങ്ങളും അവർക്ക് ലഭിച്ചു. ഈ സ്ഥലം എന്തിനാണ് കറങ്ങുന്നത്? ഇതിന് താഴെ എന്തെങ്കിലും സാങ്കേതിക വിദ്യയുണ്ടോ, അതോ ഇതൊരു പ്രകൃതി പ്രതിഭാസമാണോ? ഇന്നും ഇതൊരു സമസ്യയായി തുടരുന്നു. ഇതാണ് യുട്ടയിലെ മൊണോലിത്ത്. വിജനമായൊരു മരുഭൂമിയിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് തിളങ്ങുന്ന ഒരു ലോഹസ്തംഭം കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? യുട്ടയിലെ മൊണോലിത്ത് അത്തരമൊന്നാണ്. 2020 അമേരിക്കയിലെ യുട്ട മരുഭൂമിയിൽ ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇത് ആദ്യം കണ്ടത്. ഏകദേശം 3 മീറ്റർ ഉയരമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചത് എന്ന് തോന്നിക്കുന്ന ഒരു തൂണ്. ഈ തൂണിന്റെ ചുറ്റും വാഹനങ്ങൾ വന്ന അടയാളമോ ഒന്നുമില്ലാതെ ഈ തൂൺ അവിടെ എങ്ങനെ എത്തി? ചിലർ ഇതൊരു കലാസൃഷ്ടിയാണെന്ന് പറഞ്ഞു. മറ്റു ചിലർ ഇതൊരു അന്യഗ്രഹ ജീവികളുടെ സന്ദേശമാണ് എന്ന് വിശ്വസിച്ചു. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു. യാതൊരു അടയാളവും അവശേഷിപ്പിക്കാതെ ആ മൊണോലിത്ത് അവിടെ നിന്ന് അപ്രതീക്ഷിതമായി. സമാനമായ തൂണുകൾ പിന്നീട് റൊമേനിയയിലും കാലിഫോർണിയയിലും കണ്ടു. ഇത് ആരാണ് വെക്കുന്നത്, ആരാണ് മാറ്റുന്നത് എന്ന് ഇന്നും രഹസ്യമാണ്. ഇതാണ് ലേക്ക് ടെലി. കോങ്കോ ആഫ്രിക്കയിലെ ഭയാനകമായ വനമധ്യത്തിലാണ് ലേക്ക് ടെലി സ്ഥിതി ചെയ്യുന്നത്. ദൂരെ നിന്ന് നോക്കിയാൽ ഇതൊരു സാധാരണ തടാകമായി തോന്നും. എന്നാൽ ഇതിന്റെ വെള്ളത്തിനടിയിൽ ശാസ്ത്രത്തിന് പോലും തെളിയിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് ഒളിച്ചിരിപ്പുണ്ട്. 6.5 കിലോമീറ്റർ വീതിയിലുള്ള ഈ തടാകത്തിന്റെ ആഴം ഇതുവരെ കൃത്യമായി അളക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാദേശിക ഗോത്രവർഗക്കാർ വിശ്വസിക്കുന്നത് ഈ തടാകത്തിൽ മുക്കേലെ എംബെംബെ എന്നൊരു കൂറ്റൻ രാക്ഷസൻ വസിക്കുന്നു എന്നാണ്. ഒരു ഡിനോസറിനെ പോലെ നീളമുള്ള കഴുത്തും വലിയ ശരീരവുമുള്ള ഒരു ജീവി. പലരും ഈ ജീവിയുടെ നിഴൽ കണ്ടതായി അവകാശപ്പെടുന്നുണ്ട്. പല ശാസ്ത്ര സംഘങ്ങളും ഇത് അന്വേഷിക്കാൻ പോയെങ്കിലും ചത്തുപൂക്കളും വൃക്ഷപ്രാണികളും അദൃശ്യമായ അപകടങ്ങളും കാരണം അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല. ചരിത്രത്തിൽ നിന്ന് മറഞ്ഞുപോയ എന്തോ ഒരു ജീവി ഇന്നും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ? എന്നാൽ ഇത് ഇന്നും ഒരു രഹസ്യമായി തന്നെ തുടരുന്നു. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് വളരെ നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനമാണ്. മറ്റൊരു ദുരൂഹമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും നന്ദി.